നമസ്കാരം, ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. 365-ലെ 47-ാം ദിവസത്തിലേക്ക് സ്വാഗതം. 2026-ൽ ഇനി വെറും 318 ദിവസങ്ങൾ ബാക്കി. ഫെബ്രുവരി 16 ചരിത്രത്തിലുടനീളം നിരവധി സുപ്രധാന സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. 1923-ൽ ഈജിപ്തിൽ ഹോവാർഡ് കാർട്ടർ ടുട്ടൻഖാമുൻ രാജാവിൻ്റെ ശവകുടീരം കണ്ടെത്തിയത് പുരാവസ്തുശാസ്ത്രത്തിലെ ഒരു മഹത്തായ നിമിഷമായി അടയാളപ്പെടുത്തി. പുരാതന ഈജിപ്ഷ്യൻ നാഗരികതയിലേക്ക് വെളിച്ചം വീശുന്നതാണ് ഇത്. 1934 4 ദിവസത്തെ രക്തച്ചൊരിച്ചിലിന് ശേഷം ഓസ്ട്രിയൻ ആഭ്യന്തര യുദ്ധം അവസാനിച്ചു. ഫെബ്രുവരി കലാപം എന്നും അറിയപ്പെടുന്ന ഇത് ഓസ്ട്രിയൻ സോഷ്യലിസ്റ്റുകളും ഫാസിസ്റ്റ് സർക്കാരും തമ്മിലുള്ള നേരിട്ടുള്ള യുദ്ധത്തേക്കാൾ കൂടുതൽ സംഘട്ടനങ്ങളുടെ ഒരു പരമ്പര തന്നെയായിരുന്നു. 1000-ഓളം പേർ കൊല്ലപ്പെട്ടതിനു ശേഷം സോഷ്യലിസ്റ്റുകൾ ഒടുവിൽ കീഴടങ്ങി. 1959 ഫെബ്രുവരി 16 ശീതയുദ്ധ കാലഘട്ടത്തിലെ ഭൗമരാഷ്ട്രീയ ഭൂപ്രകൃതിയെ സാരമായി സ്വാധീനിച്ച ഒരു വിജയകരമായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയതിന് ശേഷം ഫിഡൽ കാസ്ട്രോ ക്യൂബയുടെ പ്രധാനമന്ത്രിയായി. 1941 ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഇലിൻ്റെ ജനനവും ഈ തീയതി അടയാളപ്പെടുത്തുന്നു. അദ്ദേഹം രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു. കൂടാതെ 1937 ഫെബ്രുവരി 16 വാലസ് എച്ച് കരോഥേഴ്സിന് നൈലോണിലുള്ള പേറ്റന്റ് ലഭിച്ചതും വലിയ സംഭവം തന്നെയാണ്. ഇത് തുണി വ്യവസായത്തിൽ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. ഈ സംഭവങ്ങളിൽ ഓരോന്നിലും ഒരു ദിവസത്തിൻ്റെ വൈവിധ്യമാർന്ന ചരിത്ര പ്രാധാന്യത്തെ എടുത്തു കാണിക്കുന്നത് തന്നെയാണ്. ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്ന് വിശേഷണമുള്ള സംവിധായകൻ ദാദാ സാഹേബ് ഫാൽക്കെ അന്തരിച്ചത് 1944 ഇതേ ദിവസം. രാജ ഹരിശ്ചന്ദ്ര, മോഹിനി ഭസ്മാസുർ, ലങ്കാദഹൻ, സത്യവാൻ സാവിത്രി എന്നിവ ഇദ്ദേഹത്തിൻ്റെ പ്രധാന ചലച്ചിത്രങ്ങളാണ്. ഡോക്യുമെൻ്ററി ചിത്രങ്ങളുടെ പിതാവായി ഗണിക്കപ്പെടുന്ന അമേരിക്കക്കാരൻ റോബർട്ട് ഫ്ലാഹാട്ടി ജനിച്ചത് 1884 ആണ്. അതും ഫെബ്രുവരി 16 തന്നെ. 1922 പുറത്തുവന്ന നാനൂക്ക് ഓഫ് ദി നോർത്ത് ആണ് ഇദ്ദേഹത്തെ പ്രശസ്തനാക്കിയത്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള ആദ്യത്തെ ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി ജനറൽ ബുട്രോസ് ഖാലി അന്തരിച്ചത് 2016 ഫെബ്രുവരി 16. UN-ന്റെ 6ാം സെക്രട്ടറി ജനറലായിരുന്നു അദ്ദേഹം. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ ഹരിതഗൃഹ വാതകങ്ങളുടെ പുറന്തള്ളൽ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ഒപ്പുവെച്ച ക്യോട്ടോ ഉടമ്പടി നിലവിൽ വന്നത് 2005-ൽ. 1997-ലാണ് ഉടമ്പടി ഒപ്പുവെച്ചത്. 1968-ൽ 911 അടിയന്തര ടെലിഫോൺ സംവിധാനം പ്രവർത്തനം ആരംഭിച്ചു. 1968 ഫെബ്രുവരി 16 ഇതേ ദിവസമാണ് US-ൽ ആദ്യമായി 911 എന്ന നമ്പറിലേക്ക് വിളിച്ചത്. അലബാമയിലെ ഹാലിവില്ലിൽ സെനറ്റർ റാങ്കിൻ ഫൈറ്റാണ് ആ കോൾ നടത്തിയത്. 1985 ഹിസ്ബുള്ള സ്ഥാപിതമായി. ലെബനൻ രാഷ്ട്രീയ പാർട്ടിയെയും തീവ്രവാദ ഗ്രൂപ്പിനെയും നിരവധി പാശ്ചാത്യ രാജ്യങ്ങൾ തീവ്രവാദ സംഘടനയായി തരംതിരിച്ചു. 1987 ജോൺ ഡെംജാൻജുക്കിനെതിരായ ആദ്യ വിചാരണ ജെറുസലേമിൽ ആരംഭിച്ചു. ഇവാൻ ദ ടെറിബിൾ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ക്രൂരനായ നാസി ഗാർഡാണെന്ന് ഡെംജാൻജുക്കിനെതിരെ വ്യാജമായി ആരോപിക്കപ്പെട്ടു. 2011 ഒരു പ്രത്യേക വിചാരണയിൽ 27,900 പേരുടെ കൊലപാതകത്തിൽ ഒരു സഹായിയായി ഒരു ജർമ്മൻ ക്രിമിനൽ കോടതി അദ്ദേഹത്തെ ശിക്ഷിച്ചു. ലോക ഈനാമ്പേച്ചി ദിനമാണ് ഇന്ന്. നിയമവിരുദ്ധമായ വന്യജീവി വ്യാപാരം മൂലം ലോകത്തെ ഏറ്റവും കൂടുതൽ കടത്തപ്പെടുന്ന സസ്തനികളായ ഈനാമ്പേച്ചികളുടെ സംരക്ഷണത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനാണ് ഈ ദിവസം സമർപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ ഫെബ്രുവരി 16-നുണ്ട്. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കാം. അറിയുന്നവർ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യൂ.